സാമൂഹ്യ പ്രവർത്തകയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ശ്രീരശ്മിയാണ് നമ്മളോടൊപ്പമുള്ളത്. ശ്രീരശ്മിക്ക് ഗാസയിലുള്ള അമ്മമാരും കുട്ടികളുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതെന്തിനാണെന്ന് നമുക്ക് ശ്രീരശ്മിയോട് തന്നെ ചോദിക്കാം. എന്തിനായിരുന്നു ശ്രീരശ്മി ഇത്? ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവിടേക്ക് കുറച്ച് ഹ്യൂമനിറ്റേറിയൻ സപ്പോർട്ട് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നന്ദി അറിയിച്ചിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ അയച്ചു തന്നിട്ടുള്ളത്. എങ്ങനെയാണ് അവർ സഹായിക്കാൻ പറ്റിയത്? എന്താണ് ചെയ്തത് ശ്രീരശ്മി? പലസ്തീനിലെ യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ നമുക്ക് അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ നമുക്കത് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല. അതുപോലെ പലസ്തീൻ ഇത്രയും ദൂരെയുള്ളൊരു രാജ്യമാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ഇത് കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ സ്ഥിതിഗതികൾ ഒരുപാട് രൂക്ഷമായ സാഹചര്യത്തിൽ പലസ്തീനിലുള്ള കുടുംബങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് തോന്നി. ഇത് ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണല്ലോ. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല എന്നൊക്കെ പറയുന്നത് ഒരു ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസാണ്. ആ ക്രൈസിസിൽ ഭാഗമാകുക, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്വമാണ്, കടമയാണ്. സോ അതിൽ ഭാഗമാകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചത്. പലസ്തീനിലുള്ള കുറേ കുടുംബങ്ങൾക്ക് ആഹാരം എത്തിക്കാനും കുടിവെള്ളം എത്തിക്കാനും ഒക്കെ ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ട്. അതായത് കുറേ പേര് ഏത് ഭാഗത്തുള്ളവരാണ്, എവിടേക്കാണ് എത്തിക്കാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു ആവശ്യം, അതായത് ഭക്ഷണമില്ല, കുടിവെള്ളമില്ല, അതിനെന്താണ് ഒരു വഴി എന്നുള്ളത്, അതിലേക്കൊരു ഒരു ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ കറൻ്റ്ലി അവിടെ ഹ്യൂമനിറ്റേറിയൻ എയ്ഡ് കൊടുക്കുന്നുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സഹായം, ഏകദേശം ഒരു 50-60 കുടുംബങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഓരോ നേരത്തെ ആഹാരം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പലസ്തീനിലുള്ള ഈ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ പരിചയപ്പെട്ടിട്ടുള്ള പലസ്തീനിലെ കുറച്ച് കുടുംബങ്ങളുണ്ട്. അവരുമായിട്ട് നമ്മൾ നിരന്തരം സംസാരിക്കുകയും അവിടുത്തെ സ്ഥിതിഗതികൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നമുക്കവരെ സഹായിക്കാൻ പറ്റും എന്നൊരു കാര്യത്തിനെക്കുറിച്ച് അതുവരെ ചിന്തിച്ചിരുന്നില്ല. ഇപ്പോഴാണ് അവരുമായിട്ടൊക്കെ അവരുടെ അവസ്ഥകളൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ക്രൈസിസുകൾ കൂടുതലും മനസ്സിലാകുന്നതും ഓരോ കുടുംബങ്ങൾക്ക് എങ്ങനെ ഡയറക്റ്റ് ഹെൽപ്പ് എത്തിക്കാമെന്നായിരുന്നു പിന്നെ ചോദിച്ചത്. കാരണം ഹ്യൂമനിറ്റേറിയൻ എയ്ഡുകൾ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ടെങ്കിലും എല്ലാവരിലേക്കും അത് എത്തുന്നില്ല. അതിനെ തുടർന്നാണ് ഓരോ കുടുംബങ്ങൾക്ക് സഹായം കൊടുത്തു തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 3 ആഴ്ച മുന്നെയാണ് ഇസ്രായേൽ ഗാസയിൽ നിന്നും എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് ലീഫ്ലെറ്റുകൾ അവിടെ ഹെലികോപ്റ്ററുകളും മറ്റുമായിട്ട് വന്ന് ലീഫ്ലെറ്റുകൾ ഇട്ടിട്ട് പോയത്. അതിൻ്റെ ഭാഗമായിട്ട് മോസ്റ്റ് ഓഫ് ദ ഫാമിലീസ്, പലസ്തീനിലുള്ള കുടുംബങ്ങളും സൗത്ത് ഗാസയിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങി. അവർ വാഡി ഗാസ എന്ന് പറയുന്നൊരു റീജിയനിലാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു കോസ്റ്റൽ വെറ്റ്ലാൻഡാണ്. അതായത് ജലാംശമുള്ള പ്രദേശമാണ്, ഒരു സ്ട്രീമൊക്കെ പാസ് ചെയ്യുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ മറ്റു കാലാവസ്ഥകൾ വരുമ്പോൾ മരുഭൂമി പോലെ വരണ്ടുണങ്ങി പോകുന്നൊരു പ്രദേശം കൂടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കുടുംബങ്ങൾ അവിടേക്ക് പലായനം ചെയ്തപ്പോൾ അവർക്ക് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുണ്ടായിരുന്നു. വെള്ളമുണ്ടോ ചോദിച്ചാൽ വെള്ളമുണ്ട്, പക്ഷേ അത് കുടിക്കാനോ പാചകം ചെയ്യാനോ ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത വെള്ളമാണ്. അപ്പോൾ അവർ നിരന്തരമായിട്ട് എന്നോട് ചോദിക്കുന്നത് ഫിനാൻഷ്യലായിട്ടുള്ള ഹെൽപ്പോ മറ്റൊന്നും അല്ല, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു കുടിവെള്ള ട്രക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയുമെന്ന്. എന്നെ സംബന്ധിച്ച് ആ ചോദ്യം വളരെ ചലഞ്ചിങ് ആണ്. ഈ കേരളത്തിലിരുന്നിട്ട് പലസ്തീനിലേക്ക് എങ്ങനെ, എനിക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് കരുതിയത്. ഈ ഒരു ഉദ്യമത്തിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന പലരും ഉണ്ട്. ഇപ്പം ഇൻ്റർനാഷണലി ആണെങ്കിൽ UK ഒരു ലെസ്ലി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആള് ഗാസ ഫോർമുല ഫണ്ടുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകയാണ്. അപ്പോൾ ആളൊക്കെ എന്നെ ഇതിൽ ഒരുപാട് ഗൈഡൻസ് തന്നിട്ടുണ്ട്, എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, ഫാമിലീസിനെ എങ്ങനെ വെരിഫൈ ചെയ്യാം, സഹായങ്ങൾ എങ്ങനെ എത്തിക്കാം എന്നൊക്കെ. അപ്പം ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വന്നപ്പോൾ ഞാൻ ആദ്യം ലെസ്ലി ആയിട്ടാണ് സംസാരിച്ചത്. നമുക്ക് എങ്ങനെ ഒരു വാട്ടർ ട്രക്ക് അവിടേക്ക് എത്തിക്കാമെന്ന്. ഒരുപാട് ആളുകളെ കോണ്ടാക്റ്റ് ചെയ്തു, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അവിടെയുള്ള ഫാമിലികളോട് തന്നെ സംസാരിച്ചു. അങ്ങനെ ഒരു പ്രൈവറ്റ് വാട്ടർ ട്രക്ക് കോണ്ടാക്റ്റ് സംഘടിപ്പിച്ച് പിന്നീട് നമ്മൾ പറഞ്ഞു എത്രയാണെന്ന് വെച്ചാൽ, എത്ര എക്സ്പെൻസീവ് ആയാലും നമ്മളിത് കൊടുക്കാൻ തയ്യാറാണ്, വാട്ടർ ട്രക്ക് വന്നോളം പറയാൻ പറഞ്ഞു. അങ്ങനെ 3000 ലിറ്ററിൻ്റെ
ഒരു വാട്ടർ ട്രക്ക് നമുക്ക് അവിടെ എത്തിക്കാൻ കഴിഞ്ഞു. 250 കുടുംബങ്ങളാണുള്ളത്. അവർക്കൊരു ദിവസത്തിൽ ഏകദേശം 6000 രൂപയുടെ 6000 ലിറ്റർ വെള്ളം അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ചെയ്തത് സത്യത്തിൽ വളരെ ചെറിയൊരു സഹായമാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയൊരു പിന്തുണ വെച്ചിട്ട് മുന്നോട്ട് ഇതൊരു വാട്ടർ പ്രോജക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്.